ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ വീക്കെൻഡായി. സോ ഞാൻ എൻ്റെ കസിൻസിൻ്റെ അടുത്തേക്ക് ഇവിടെ നിന്ന് ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു ട്രെയിൻ ജേണി. സോ ഞാൻ ഒറ്റയ്ക്കുള്ള ട്രെയിൻ ജേണിയാണ്. സോ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. സോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ജംഗ്ഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുക, ലൈക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൺ ദ വേയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ മൊത്തമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഞാൻ ജംഗ്ഷനിലോട്ട് നടക്കുവാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20 minutes വാക്ക് ഉണ്ടായിരുന്നു. സോ അവിടെ നടന്നു ഞാൻ ജംഗ്ഷനിലെത്തി. ആൻഡ് ഞാൻ ടിക്കറ്റ്സ് ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 week ബിഫോർ ഞാൻ ബുക്ക് ചെയ്തു. ആൻഡ് നമ്മളിവിടെ നിന്ന് ടിക്കറ്റ്സ് കളക്ട് ചെയ്യുന്ന മെഷീനിൽ നിന്ന് ഞാൻ ടിക്കറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് ആൻഡ് അത് ടാപ്പ് ചെയ്ത് വേണം, ഓർ നമ്മൾ ട്രെയിൻ കയറുമ്പോൾ നമ്മൾ ആ ടിക്കറ്റ്സ് ചിലപ്പോൾ ചെക്കിംഗ് ഉണ്ടാവും. സോ അവർ ചോദിക്കുമ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കണം. സോ നമ്മുടെ കയ്യിൽ ടിക്കറ്റ്സ് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടാവണം. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നൊരു 3 ട്രെയിൻ മാറി കയറണമായിരുന്നു. സോ മെയിനായിട്ടും ലണ്ടൻ പാഡിങ്ടൺ നിന്ന് കാർഡിഫിലോട്ടുള്ള ട്രെയിൻ, അതാണ് ലോങ് ജേണി. സോ അത് മിസ്സാവാതിരിക്കാൻ ഞാനൊരു 10-20 minutes നേരത്തെ എൻ്റെ ഇവിടെ ജംഗ്ഷനിൽ എത്തിയിരുന്നു. സോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ എൻ്റെ ട്രെയിൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ആസ് യൂഷ്വൽ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആൻഡ് അവിടെ കുറച്ച് നേരം കട്ട പോസ്റ്റായിരുന്നു, വീഡിയോസ് എടുത്ത് സമയം കളഞ്ഞു. ആൻഡ് പിന്നെ ഒരു കാര്യം പറയാലോ, ഈ വീഡിയോ ആക്ച്വലി ഒരു 1 month ബിഫോർ എടുത്തതാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാനെല്ലാം ടൈം ഇത്തിരി കിട്ടിയില്ല. സോ അത് കാരണം ഇത്ര ഡിലേ ആയതാണ്. എനിവേ ജേണി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ, അത്രേ ഉള്ളൂ. സോ ഞാൻ വോട്ട്ഫോർഡ് ജംഗ്ഷനിൽ നിന്നും അടുത്ത ട്രെയിൻ എടുത്ത് 2-3 ട്യൂബുകൾ മാറി കയറണമായിരുന്നു. സോ ഓരോ സ്റ്റേഷനിൽ നിന്നും ഞാൻ മാറി കയറി കറക്റ്റ് ടൈമിനോ ഇത് കണ്ടുപിടിക്കൽ കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. സോ ഓൾറെഡി ഞാൻ മാപ്പിൽ എങ്ങനെയാണ് പോകുന്നതെന്നുള്ള എൻ്റെ ലൊക്കേഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിരുന്നു. സോ നമ്മൾക്ക് ട്യൂബ് പോകുമ്പോൾ റേഞ്ച് കിട്ടത്തില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ഞാൻ അതെല്ലാം ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ഡിഫിക്കൽട്ടൊന്നും ഉണ്ടായില്ല. ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞാൻ യൂഷ്വലി അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാറില്ല. എപ്പോഴും ഫ്രണ്ട്സോ ആരെങ്കിലും കൂടെ കാണും. ഞാൻ വളരെ റെയറായിട്ടാണ് ഒറ്റയ്ക്ക് പോവാറ്. ഇതിന് മുന്നേ പോയിട്ടുണ്ട്, പക്ഷേ പോയേക്കുന്നത് ഞാൻ കോച്ച് ബസ് എടുത്താണ് പോയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ട്രെയിൻ മാറി കയറി പോയത്. അതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ബോറടിക്കാതിരിക്കാൻ കുറച്ച് സ്നാക്സും കോഫിയൊക്കെ മേടിച്ചങ്ങ് പോയി. ബാൻഡ് അടിപൊളിയായിരുന്നല്ലേ. ഞാൻ വെറുതെ എൻ്റെ സൗണ്ട് ഇട്ട് അലമ്പാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വോയിസ് ചെയ്യാതിരുന്നതാണ്. അവരവരുടെ റിട്ടയർഡ് ലൈഫ് ആൻഡ് യങ് പീപ്പിൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനൊരു ഫ്യൂ മിനിറ്റ്സ് അത് അത് കണ്ടുകൊണ്ട് നിന്നു. എനിവേ എനിക്ക് ടൈം ഉണ്ടായിരുന്നു. സോ ഞാനത് കണ്ടുകൊണ്ട് നിന്നു. ആൻഡ് സീറ്റ് ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ടായില്ല. സോ അവൈലബിൾ ആയിട്ടുള്ള സീറ്റിൽ ഞാൻ തപ്പിപ്പോയിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ പണി തുടങ്ങും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അവിടെ വരെ എന്ത് ചെയ്യാനോ 1.5 മണിക്കൂർ ജേണിയുണ്ട്. എനിക്ക് ഫോണിൽ നോക്കിയിരിക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ലൈക്ക് കണ്ണിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ കൈ പിടിച്ചിട്ടുണ്ടാവും. ഇന്ന് എനിക്ക് ഡ്രോയിങ് ചെയ്യാനാണ് തോന്നിയത്. സോ അറിയാലോ, ചെറിയ എൻ്റെ കുത്തിവര, എൻ്റെ ആസ് യൂഷ്വൽ പണികളുടെ നല്ല പടം വരെയല്ല, ഞാൻ പിന്നെ പറയുന്നു കുത്തിവരയ്ക്കുക, ഇതാണ് എൻ്റെ പരിപാടി. ആൻഡ് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ജേണി ലൈക്ക് ഓൾമോസ്റ്റ് ടൈം ഞാൻ ഇതിൽ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഓൺ ദ വേയിൽ ഇടയിൽ കഴിച്ചു. ആൻഡ് ടൈം കളഞ്ഞു. പിന്നെ തൊട്ടടുത്ത് നല്ല ചെറുപ്പക്കാർ ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. സോ അവരെയൊക്കെ നൈസായിട്ടൊക്കെ ഒന്ന് വായി നോക്കി. അങ്ങനെയൊക്കെ നമ്മൾ സമയം കളയണമല്ലോ, എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണമല്ലോ. എൻ്റെ അടുത്തിരിക്കുന്നവർ നോക്കുമ്പോഴാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ കുത്തി വരച്ചോണ്ടിരിക്കുക. അതും ഓടുന്ന ട്രെയിനിലേ ഷേക്കാവും. ഓഫ് കോഴ്സ് ഷേക്കാവും. മറ്റേക്കൊന്ന് എഴുതിയാൽ പോലും വൃത്തിക്ക് വരത്തില്ല. പിന്നെ ഈ പെങ്കൊച്ച് എന്താ കാണിക്കണേന്നുള്ള മട്ടിലായിരുന്നു. അവിടെ 1-2 പേരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നെവർ മൈൻഡ്. കാരണം എൻ്റെ പടം വരയ്ക്ക് പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ, അതെങ്ങനെ വരുന്നു അതുപോലെ വരും. അതാണ് യൂഷ്വൽ എൻ്റെ പണി. സോ അതങ്ങനെ വരച്ചു. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ഞാൻ എൻഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതുവരെയൊക്കെ ഞാൻ വരച്ച് നീട്ടുന്നില്ല. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. യൂഷ്വലി അപ്പോൾ എൻ്റെ ഒരു സോളോ ജേണി ഇങ്ങനെയൊക്കെ ആയിരിക്കും പോവുക. അല്ലേ പിന്നെ ഞാൻ വല്ല സിനിമ ഏതെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും പോവുക. കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കാണും, പിന്നെ പാട്ട് കേൾക്കും. നമ്മളങ്ങനെയൊക്കെ സമയം കളയണം. അല്ലാതെ ഉറങ്ങി ശരിയാവില്ലല്ലോ. ഒറ്റയ്ക്ക് പോവല്ലേ, വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇറങ്ങിയാലോ. കാരണം ഇടയിൽ വെച്ച് ഇറങ്ങേണ്ടതാണ്. പണി കിട്ടിയാലോ. സോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ.
അപ്പോൾ എൻ്റെ ഈ സോളോ കുട്ടി ട്രാവൽ വ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ യൂഷ്വലി ഇങ്ങനെയൊക്കെയാണ്, എല്ലാവരും ഇതുപോലെ തന്നെയാണ് ട്രാവൽ ചെയ്യുക. ഇതിലിപ്പോൾ പ്രത്യേകതയൊന്നുമില്ല. എന്നാലും എന്നെ ഇഷ്ടമുള്ളവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും എന്തെങ്കിലുമൊക്കെ കാണാൻ കാര്യങ്ങൾ വേണമല്ലോ. സോ ഞാൻ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.